നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം വന്നല്ലോ. മാഡം, ഞാൻ മാഡത്തിനെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്നെ എന്തിനാ കാണുന്നേ? മാഡത്തെ കണ്ട് സംസാരിച്ച മാഡം പണം തരാന്ന് പറഞ്ഞു. പാർവതി, ആരാ ഇയാള്? ഏത് പണത്തിന്റെ കാര്യമാ ഇയാള് പറയുന്നത്? എനിക്കറിയില്ല വിശാൽ സർ. മാഡം, അങ്ങനെ പറഞ്ഞ് എന്നെ കൈയൊഴിയരുത്. എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റൂ. അയ്യോ, എന്ത് കണക്കിലാ ഞാൻ തനിക്ക് പണം തരേണ്ടത്? എടോ, താൻ ആരാ? വെറുതെ വീട്ടിൽ കയറി വന്ന് പണം ചോദിക്കുന്നോ? തനിക്ക് ഏത് പണമാ വേണ്ടത്? സാറേ, എനിക്ക് എന്റെ പണോ വേണ്ടത്. തന്റെ പണോ? താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയ. സാറേ, ഞാൻ ഈ നിൽക്കുന്ന പ്രതാപന് 30 ലക്ഷം രൂപ കടമായിട്ട് കൊടുത്തു. അതും ഇയാൾക്ക് ചീട്ട് കളിക്കാൻ വേണ്ടി. ഓരോ കളിയിൽ തോക്കുമ്പോഴും അടുത്ത കളിയിൽ തരാമെന്നും പറഞ്ഞ് ഇയാള് ഓരോ തവണയും ലക്ഷങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയത്. അവസാനം അത് കൂടിക്കൂടി 30 ലക്ഷമായി. ചോദിക്കുമ്പോ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു. അവസാനം സഹി കെട്ട് ഞാൻ ഇവന് കൊട്ടേഷൻ കൊടുക്കാൻ പോയതാ. ഇവിടെ വന്ന് മാഡത്തോട് ചോദിച്ചാ മാഡം പണം തരുമെന്ന് ഇവൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാഡത്തെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇവനോട് ഞാനിപ്പോഴും അങ്ങനെ പറഞ്ഞു? പ്രതാപ, നീ അങ്ങനെ ഇവനോട് പറഞ്ഞോ? എന്റെ ചേച്ചി, ഞാൻ പ്രതാപ, നീ ഇങ്ങനെ കല്ലുപോലെ നിൽക്കാതെ നടന്ന കാര്യം സാറിനോട് മാഡത്തോട് പറഞ്ഞ് എനിക്ക് എന്റെ കാശ് വാങ്ങിച്ചതാ. അങ്ങളെ, ഇയാള് പറയുന്നത് സത്യമാണോ? ചോദിച്ചത് കേട്ടില്ലേ? ഇയാള് പറയുന്നത് സത്യമാണോ എന്ന്? പ്രതാപ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ സാറ് ചോദിച്ചതിന് മറുപടി പറ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ വേണ്ട. നീ കടം വാങ്ങുന്ന വീഡിയോ എന്റെ ഫോണിലുണ്ട്, ഞാനത് കാണിച്ചു കൊടുക്കാം. സാറേ, ഞാൻ കാണിച്ചു തരാം വീഡിയോ. വേണ്ട, ഇയാളോട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ. ചീട്ട് കളിക്കാൻ വേണ്ടി തന്നെ അത് വാങ്ങിച്ചേ. കേട്ടില്ലേ? നന്നായിട്ടുണ്ട്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാ പുതിയ ബിസിനസ് ആവശ്യത്തിനാണെന്ന് കള്ളം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാണ് അങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതെന്ന് അമ്മയ്ക്കറിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എടാ, കുടുംബം നശിപ്പിക്കാനുണ്ടായ കുലദ്രോഹി, നീ ചീട്ട് കളിച്ചുണ്ടാക്കി കടം തീർക്കാനാണോടാ? നാണം കിട്ടവനെ, നീ എന്നെ കൊണ്ട് വിശാലിനോട് കടം മേടിപ്പിച്ചത്. അങ്കിൾ, നിങ്ങളെ ഞാനേ ഇങ്ങനെയല്ല കരുതിയത്. നന്മയുള്ള ആളാണെന്നാ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ 30 ലക്ഷം രൂപ ഞാൻ സന്തോഷത്തോടെ എടുത്ത് തന്നത്. പക്ഷേ നിങ്ങൾ വെറും ദുഷ്ടനായിരുന്നു. ആരോടും യാതൊരു ആത്മാർത്ഥതയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ആള്. ഞാൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി വേദന ഞാൻ പാർവതിയെ അനുഭവിപ്പിച്ചിരിക്കും.
അവളുടെ കഥ കഴിഞ്ഞടാ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത് അല്ലേ അമ്മ? ഇമ വെട്ടിത്തുറക്കുന്ന നേരത്തിനുള്ളിലല്ലേ അമ്മയുടെ വലം കൈയായിരുന്ന പ്രതാപൻ സാറ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? അമ്മയുടെ പദ്ധതികളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരുന്ന ജാസ്മിന് ഈ വീടിന് പുറത്തേക്ക് പോയി. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഇവിടുന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരു സങ്കടമായിപ്പോയി അല്ലേ അമ്മ? എടീ, വിജയിച്ചു എന്ന് കരുതി നീ അങ്ങ് അഹങ്കരിക്കണ്ട. ഹ്, ഈ പ്രഭാവതി ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. പ്രതാപനും ജാസ്മിനും ഇവിടുന്ന് പോയെന്ന് കരുതി ഞാൻ അടങ്ങുമെന്ന് നീ കരുതിയോ? ഇല്ലടി, എന്നെ ഒതുക്കാവുന്ന് നീ കരുതണ്ട. നീ എനിക്കെതിരെ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഞാൻ നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചിരിക്കും. പാർവതി, ദേ, നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. ഞാൻ വിചാരിച്ച നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നീ അത് കണ്ടോ? അറിയാം. വിശാൽ സാറിന് നിങ്ങളോടുള്ള അമിത സ്നേഹവും വിശ്വാസവും മുതലെടുത്ത് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പാവത്തിനെ മറയാക്കിയാണല്ലോ നിങ്ങൾ ഈ കുടുംബത്തിനകത്ത് ഓരോ ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അതേടി, ഞാൻ അവനെ മറയാക്കി തന്നെയാ ഇവിടെ ഓരോന്നും ചെയ്യുന്നത്. നിനക്കതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അത് കാത്തിരുന്ന് കണ്ടാ മതി. വിശാൽ സാറിനെ മുന്നിൽ നിർത്തി നിങ്ങൾ എത്ര നാൾ രക്ഷപ്പെടുമെന്ന് എനിക്കറിയണം. നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങൾ വിശാൽ സാർ അറിഞ്ഞാ അന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു വിശാൽ സാർ ആയിരിക്കും. നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അല്ല, നിങ്ങളത് എങ്ങനെ മറക്കാനാ? പ്രഭാവതി അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.